സഭയ്ക്ക് വെളിയിൽ. ബോർഡൊക്കെ നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. IPC, അസംബ്ലീസ് ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡ്, പിന്നെന്തുവാ ഇവിടെ ഈ ഏരിയ കൃപാസനം, ദ പെന്തക്കോസ്റ്റ് മിഷൻ, പിന്നെ വേറെ ഏതൊക്കെയാ ഫുൾ ഗോസ്പല്. പിന്നെ ഈ ഏരിയയിലുള്ളത് പറയാം, ഞങ്ങളുടെ ഏരിയയിലുള്ളത് ഞാൻ പറയാം, ഈ ഏരിയയിലുള്ളത് പറയാം. ആദി പെന്തക്കോസ് അകത്ത് കർത്താവില്ല. പിന്നെ എലീം, എലിയും പാറ്റായും ഒക്കെ കാണും. യേശു അകത്ത് ഇല്ല. IPC നല്ല ബോർഡാ, യേശു അകത്ത് വേണം. അസംബ്ലീസ് ഓഫ് ഗോഡ് നല്ല ബോർഡാ, യേശു അകത്ത് വേണം. യേശു അകത്ത് വേണമെങ്കിൽ ആദ്യ സ്നേഹം ഉണ്ടായിരിക്കണം. രണ്ട് വിശ്വാസി തമ്മിൽ കണ്ട ഹല്ലേലൂയ. ഇപ്പൊ മിണ്ടുകാലല്ലോ, മിണ്ടത്തില്ലല്ലോ. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ആദരണീയ കർത്തദാസന്മാർ എഴുന്നേറ്റ് കൈ തന്നു. എഴുന്നേക്കണ്ടെന്നാലും കൈ തന്നു, അവർ ബഹുമാനിച്ചതാ. ചിലയിടങ്ങളിൽ ചെന്ന പാസ്റ്റർമാർ തമ്മിൽ മിണ്ടുകയല്ലോ. രണ്ടു കൂട്ടരും പ്രസംഗിക്കുന്ന വിഷയം അഗാപ്പെ എന്ന് പറഞ്ഞാൽ അടുത്തടുത്തിരിക്കുക, മിണ്ടുകയല്ല. വിഷയം ആകപ്പേയ, അതാണ് ആകപ്പേ. സബ്ജക്റ്റ് അകപ്പേ. പിന്നെ വിളിക്കുക, യോഗം കഴിഞ്ഞ് വിളിക്കാന്ന് പറയാം. യോഗം കഴിഞ്ഞ് പറയാന്ന്. കർത്താവ് സഭയ്ക്ക് അകത്ത് വേണമെങ്കിൽ ആദ്യ സ്നേഹം ഉണ്ടായിരിക്കണം. രണ്ട് വിശ്വാസി തമ്മിൽ ആദ്യ സ്നേഹം ഉണ്ടായിരിക്കണം. സഭയോട് ആദിമ സ്നേഹം ഉണ്ടായിരിക്കണം. ശുശ്രൂഷകനോടും ശുശ്രൂഷകൻ വിശ്വാസികളോടും ആദ്യ സ്നേഹം ഉണ്ടായിരിക്കണം. സ്തോത്രം. ആദ്യ സ്നേഹമില്ലെങ്കിൽ കർത്താവ് അകത്ത് നിൽക്കത്തില്ല, വെളിയില്ല. നിന്റെ ആദ്യ സ്നേഹം വിട്ടുപോയൊന്നൊരു കുറവു കർത്തൻ കാണുന്നല്ലോ. ലൗകിക സുഖങ്ങളും ശാശ്വതമല്ല എന്ന് താതനരുളിടുന്നു. ലൗകിക സുഖങ്ങളും ശാശ്വതമല്ല എന്ന് താതനരുളിടുന്നു. ചിലർ നിന്നയ്ക്കും പോലെ കർത്തനുടെ വരവ് ഒട്ടും താമസിക്കില്ലിനിയും. പാപികൾ മനം തിരിഞ്ഞിടുവാനായി ക്ഷമ കാട്ടിടുന്നതേയുള്ളൂ. പാപികൾ മനം തിരിഞ്ഞിടുവാനായി ക്ഷമ കാട്ടിടുന്നതേയുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, കർത്താവ് സഭയ്ക്ക് വെളിയിൽ നിന്ന് മുട്ടുക. വെളിയിൽ പോകാൻ ഒരു കാരണം, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടത് കൊണ്ട് കർത്താവ് സഭയ്ക്കകത്ത് ഇല്ല. പല സഭയ്ക്കും ബോർഡ് ഉണ്ടെന്നേ ഉള്ളൂ, യേശു അകത്തില്ല. കാരണം ആദ്യ സ്നേഹമില്ല. രണ്ട് വിശ്വാസി തമ്മിൽ കണ്ടാൻ വേണ്ടി ഈ വലിയ വലിയ ചർച്ചിലൊക്കെ നിങ്ങൾ ആരൊക്കെയാ വരുന്നെന്ന് പോലും അറിയാൻ മേല, അറിയത്തില്ല. ചില ചോദിക്കും, നിങ്ങൾ എവിടാ കൂടുന്നത്? ഞങ്ങൾ ഇന്നെടുത്താ. അയ്യോ, ഞങ്ങളും അവിടാ. നിങ്ങൾ എത്ര നാൾ കൊണ്ട് അവിടെ കൂടുക? ഞങ്ങൾ 8 കൊല്ലമായിട്ട് അവിടെ. നിങ്ങളോ? ഞങ്ങൾ 13 കൊല്ലമായിട്ട്. പക്ഷെ തമ്മിൽ അറിയാൻ മേല. എന്തിനിങ്ങനെ ആളെല്ലാം കൂടെ കൂടി ഓളം ഉണ്ടാക്കുന്നത്? 5 പേരെ ഉള്ളെങ്കിലും അടുത്തറിഞ്ഞ് സ്നേഹിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. സ്തോത്രം. ഒരു വീട്ടിൽപ്പെട്ടവർക്ക് അന്യോന്യം മിണ്ടാനും മേലെ സ്നേഹിക്കാനും മേലെ എങ്ങനെ ആ വീട്ടിൽ താമസിക്കും? സ്തോത്രം. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു. ഇന്ന് രാത്രി ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നാൽ യേശു അകത്ത് കാണും. ഒത്തിരി കാര്യങ്ങൾ അവിടെ നിന്ന് പറയേണ്ടതുണ്ട്. സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ടും നാളെ രാത്രി യോഗം ഉള്ളത് കൊണ്ടും പിന്നെ വേറൊരു ശബ്ദം ഇങ്ങനെ വല്ലാതാകുന്നത് കൊണ്ടും അധികം പറയുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു സഭയ്ക്ക് അകത്ത് വേണം. അകത്ത് വരണമെങ്കിൽ ദൈവസഭ ആദ്യമ സ്നേഹത്തിൽ നിലനിൽക്കണം. 2, യേശു സഭയ്ക്ക് പുറത്തു പോകാൻ കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ അധ്യായം പഠിച്ചു വരുമ്പോൾ നിക്കലോവിയ ഉപദേശക്കാർ സഭയ്ക്കകത്ത് കയറി. നിക്കലോവിയ ഉപദേശം എന്തുവാ? ഈ നിക്കലോവിയ ഉപദേശം നിങ്ങൾ ആണ്ട വെളിപ്പാട് പുസ്തകം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ
14-15 വാക്യം, അതിലെ 15-ാമത്തെ വാക്യം വായിച്ചേ. 14-ാമത്തെ വാക്യം, 14-15. வேசித்தனம் பண்ணுவதற்கும் ஏதுவான இடரலை இஸ்ரவேல் புத்திரர் முன்பாக போடும்படி பாலாக் என்பவனுக்கு போதனை செய்த பிலேயாமுடைய போதகத்தை கைக்கொள்கிறவர்கள் உன்னிடத்தில் உண்டு. அப்படியே நிக்கோலாய் மதஸ்தருடைய போதகத்தை கைக்கொள்கிறவர்களும் உன்னிடத்தில் உண்டு. அதை நான் വെറുக்கிறேன். അപ്പൊ അവിടെ ഈ 14-15 വാക്യത്തിൽ രണ്ട് കാര്യമാണ്. ഒന്ന് ബിലയാമിന്റെ ഉപദേശം, രണ്ട് നിക്കലോവിയ ഉപദേശം. ഈ രണ്ട് ഉപദേശം സഭയ്ക്കകത്ത് കയറി. ഈ രണ്ട് ഉപദേശം സഭയ്ക്കകത്ത് കയറിയത് കൊണ്ട് കർത്താവ് സഭയ്ക്കകത്തില്ല. കൗൺസിൽ കൂടുന്നുണ്ട്, സഭയ്ക്ക് സെക്രട്ടറി ഉണ്ട്, സഭയ്ക്ക് ട്രഷറർ ഉണ്ട്, സഭയ്ക്ക് കമ്മിറ്റി ഉണ്ട്. പക്ഷേ സഭയ്ക്കകത്ത് കർത്താവ് മാത്രം. 10 മണിയാകുമ്പോൾ കമ്മിറ്റിക്കാർ വന്നു, സെക്രട്ടറി വന്നു, പാസ്റ്ററും ഉണ്ട്, കൗൺസിൽ മെമ്പേഴ്സും ഉണ്ട്. പക്ഷേ സഭയ്ക്കകത്ത് കർത്താവ്. ഞാൻ ഒരു 5 മിനിറ്റ് കൂടെ പറഞ്ഞോട്ടെ, ചൂടെ സംസാരിച്ചോട്ടെ എന്ന്. അല്ല, നിങ്ങൾക്കൊരു താല്പര്യം ഇല്ലാതിരിക്കുന്നു. സ്തോത്രം. കർത്താവ് സഭയുടെ വെളിയിൽ പോകാൻ ഒന്നാമത്തെ കാര്യം ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു. 2, കർത്താവ് സഭയുടെ വെളിയിൽ പോകാൻ കാര്യം ബിലയാമിന്റെ ഉപദേശവും നിക്കലോവിയ ഉപദേശവും പിടിച്ചിരിക്കുന്നവർ ഇപ്പോൾ സഭയ്ക്കകത്തുണ്ട്. എന്തുവാ ഈ ബിലയാമിന്റെ ഉപദേശം? അത് ഒത്തിരി പറയാനുണ്ട്. ബിലയാമിന്റെ ഉപദേശം വന്ന് ബിലയാം ശപിക്കാനായിട്ട് വന്നതാ. പക്ഷെ അനുഗ്രഹത്തിന്റെ വചസ വായി കൊടുത്തത്. ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാതെ കൊണ്ട് വിവരിക്കണ്ട. ഒടുവിൽ പുള്ളി പോകാൻ നേരത്ത് ഒരു പൂള് വെച്ചേച്ച് പോയി. ഇവര് വേർപാടും വിശുദ്ധിയും കാത്തു നിൽക്കുന്നവരാ. വേർപാടും വിശുദ്ധിയും നശിപ്പിച്ചാൽ മതി. അതാ ബിലയാമിന്റെ ഉപദേശം. അതുകൊണ്ട് ആ 106-ാം സങ്കീർത്തനത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ ഒരു പ്രയോഗം കിടപ്പുണ്ട്. വായിച്ചേ, സങ്കീർത്തനം 106-ന്റെ 28-ാമത്തെ വാക്യം. ആ താളിഞ്ഞോട്ട് മറിക്കുമ്പോൾ ഇടത്ത് വശത്ത് ഏറ്റവും മേളിൽ പഴയ ബൈബിളില് 106-ന്റെ 28. അവൻ ഇരുളയച്ച് ദേശത്തെ ഇരുട്ടാക്കി. 106-ന്റെ 20, അത് 107 ആയിരിക്കും. അത് 106-ന്റെ 28. അനന്തരം അവർ ബാൽപയോരിനോട് ചേർന്നു പ്രേതങ്ങൾക്ക് ബലികളെ തിന്നു. അനന്തരം അവർ ബാൽപയോരിനോട് ചേർന്ന് പ്രേതങ്ങൾക്കുള്ള ബലികളെ തിന്നു. സ്തോത്രം. ബാൽപയോർ എന്ന് പറഞ്ഞ ബിലയാം. മെസൊപ്പൊത്താമിയയിലെ പദോറിൽ നിന്ന് ബയോരിന്റെ മകനാകുന്ന ബിലയ, അതാണ് ബാൽപയോർ. ബാൽപയോരിനോട് ചേർന്നു എന്ന് പറഞ്ഞാൽ ബിലയാമിന്റെ ഉപദേശത്തോട് ചേർന്നു എന്ന് പറഞ്ഞാൽ ബിലയാമിന്റെ ഒരു ഉപദേശം അന്യജാതിയിൽ നിന്ന് കല്യാണം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല. അന്യജാതിയിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആമേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിനെ പ്രാപിച്ച് തിരുമേശ് കിടക്കുന്ന ദൈവ പൈതൽ ആവിധ അനുഭവത്തിലുള്ള വ്യക്തിയുമായിട്ടേ ബന്ധുത കൂടാവും. അല്ലാതെ പഠിക്കാൻ പോയപ്പോൾ അവിടെ കണ്ണും കയ്യും കാണിച്ചേ, അല്ലെ ജോലി സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ വെച്ച് കണ്ണും കയ്യും കാണിച്ചേ ഇണക്കിക്കൊണ്ട് വന്നൊരു ബന്ധം കൂടാൻ വേദപുസ്തകം അനുശാസിക്കുന്നില്ല. കാമുകിയായവളോ ജീവിച്ചിരിക്കെ തന്നെ ഏനാണ് എല്ലാവരും ഒരു എന്നാ പിന്നെ ഞാനും പോവാ, നിങ്ങളിങ്ങനെ ഇരിക്കുക, എന്നാ പിന്നെ ഞാനെന്തിനാ ഇങ്ങനെ. സ്തോത്രം. ദൈവത്തിന് ഞങ്ങൾ എന്ത് ബന്ധപ്പെട്ട ഇത്തറ്റം വന്നേ, അന്നേരം നിങ്ങൾ ഈ പരുവത്തിനായിരിക്കുന്നെങ്കിൽ യാതൊരു താല്പര്യവും ഇല്ല. അയാളെന്തെങ്കിലും പറഞ്ഞേച്ച് പോട്ടെ, നമ്മൾ 9 മണി വരെ. എനിക്കത് ബുദ്ധിമുട്ടാണ്. സ്തോത്രം. അത് മനസ്സിലാകാത്തതുകൊണ്ടാണോ? പിന്നെ എന്നെ ഇങ്ങനെ ഇരിക്കുന്നെന്നുള്ളതാണ്. പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന തന്നെയാണ്. അതാ പാസ്റ്റ് പറഞ്ഞത്. ഞാൻ പൊതുവെ പറയുന്നില്ല. നിങ്ങളിങ്ങനെ ഇരിക്കാൻ കാര്യം എന്നാന്ന് പുള്ളി പറഞ്ഞു. അത് ഞാൻ നിങ്ങളോടിപ്പോൾ പൊതുവെ പറഞ്ഞാൽ നിങ്ങൾ നാളെ യോഗത്തിന് വരികയല്ല. അപ്പൊ ശ്രദ്ധിക്കുക, ബിലിയാമിന്റെ ഉപദേശം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിനെ പ്രാപിച്ച് വേർപാട് പാലിച്ച് തിരുമേശ് കിടക്കുന്ന ഒരു ദൈവ പൈതൽ ആവിധ അനുഭവങ്ങളിൽപ്പെട്ട വ്യക്തിയുമായിട്ട് ബന്ധുത കൂടാവും. ഇവര് ബാൽപയോറിനോട് ചേർന്ന് പ്രേതങ്ങൾക്കുള്ള
ബലികളെ ചെന്ന് വായിച്ച സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിന്റെ 1, 2, 3 ആദിയായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ ചെറിയൊരു തെളിവ് ആ ഭാഗത്ത് കിടപ്പുണ്ട്. സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിന്റെ 1, 2, 3 തിരുവെടുത്തുകൾ ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. ഇസ്രായേൽ മക്കൾ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബിയ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇസ്രായേൽ ബാൽപെയോരിനോട് ചേർന്നു യഹോവയുടെ കോപം ഇസ്രായേലിന് നേരെ ജ്വലിച്ചു. തമിഴിൽ എഴുതിയിരിക്കുന്നത് ദൈവദാസൻ എന്ന് വായിച്ചാട്ടെ. തമിഴിൽ സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം തമിഴിൽ വായിച്ചേ. എണ്ണാഗമം தங்கியிருக்கையில் ஜனங்கள் மோவாபின் குமார்த்திகளோடு வேசித்தனம் பண்ண தொடங்கினார்கள். அவர்கள் தங்கள் தேவர்களுக்கிட்ட பலிகளை விருந்துண்ணும்படி ஜனங்களை அழைத்தார்கள். ஜனங்கள் போய் புசித்து அவர்கள் தேவர்களை பணிந்து கொண்டார்கள். വിരുന്നിന് വിളിച്ചല്ലേ തമിഴില് വിരുന്ന്. ഒറ്റ വിരുന്ന് നീ മുടക്കുകയല്ല. ഒരോട്ടോയ്ക്കകത്ത് വല്യമ്മത്തള്ള വരെ കയറിയിട്ടുണ്ട്. ഓട്ടോക്കാരൻ പറഞ്ഞ് ഇത്രയും പേരെ കയറ്റാൻ ഒക്കത്തില്ല. ഒന്നാ പറഞ്ഞില്ല, അമ്മച്ചി ഞാന്ന് കിടന്നോളൂ വന്ന്. സകല വിരുന്നിന് നീ പോവുക. ഇവിടെ ജനം ശിത്തീമിൽ പ്രളയമടിക്കുമ്പോൾ ജനം മോവാബിനുമായിട്ട് ഇടകലർന്നു. അവര് തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇവരെ ക്ഷണിച്ചു. സ്തോത്രം. ഓണമാ നിങ്ങളല്ല, മരണം. പെന്തിക്കോസുകാർ വരെ ഇപ്പൊ ഓണം. പിന്നെ സ്തോത്രം. പെന്തിക്കോസുകാർ തന്നെ ഇപ്പൊ ഈ മെസ്സേജ് വിടുന്നെന്ന് കേൾക്കുന്നു. ഓണാശംസകൾ. നിനക്ക് ഭ്രാന്ത. പെന്തിക്കോസുകാരോടായി പറയാനേ, ലോകക്കാരോടല്ല. അവരത് ആഘോഷിക്കട്ടെ, നമ്മളതിന് വിലക്കണ്ട. അവരത് ചെയ്തോട്ടെ, അവർക്കല്ലല്ലോ ഈ പ്രമാണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പ്രമാണത്തിൽ നിൽക്കുന്ന പെന്തിക്കോസുകാരോടാ ഞാനീ പറയുന്നത്. സ്തോത്രം, സ്തോത്രം. ക്രിസ്തുമസ് ആശംസകൾ നിങ്ങൾക്ക് മനസ്സിലാകാതെയാണോ? ഓണാശംസകൾ. സകല വിരുന്നിനും പോവുക. ഇതൊക്കെയാ സഭയ്ക്കകത്ത് കർത്താവ് കാണാത്ത. കൊട്ടുമേളമൊക്കെ നടക്കുന്നുണ്ട്. ട്രമ്മ്, സൈഡ് ട്രമ്മ്, പിന്നെ ഇങ്ങനെ അടിക്കുന്നുണ്ടല്ലോ, അത് ഓർഗൻ 5 എണ്ണം. ഇതിന്റെ പേരിനെ പാട്, റിതം പാട്, ഹാർമോണിയം എല്ലാം ഉണ്ട്. പക്ഷേ സെക്രട്ടറി ഉണ്ട്. സെക്രട്ടറി നേരത്തെ വന്ന് 10 മണിക്കായി 9:30 പുള്ളി 2 പേനായി ഒരു ബുക്കുമായിട്ട് വന്നു. കമ്മിറ്റിക്കാരുണ്ട്, അവർക്ക് സൈഡ് സീറ്റാ. സകല അണ്ണന്മാരും വന്നു. പക്ഷെ യേശു സഭയ്ക്കകത്തില്ല. ഓളിയൊക്കെ കൂട്ടുന്നുണ്ട്. പക്ഷെ യേശു സഭയ്ക്കകത്ത് ഇരിക്കാത്ത വിധത്തിൽ ആ സഭയ്ക്കകത്ത് കാര്യങ്ങൾ കാട്ടിക്കൂട്ടി വെച്ചേക്കുന്നത്. എല്ലാം ബിലിയാമിന്റെ ഉപദേശത്തിൽ പങ്കുചേർന്നിരിക്കുക. ഉള്ള വിരുന്നിനെല്ലാം പോയി നല്ല പെരുക്കിയ ഞായറാഴ്ച വന്നിരിക്കുക. മോവാബിനുമായിട്ട് ഇടകലർന്നു. അവരുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇവരെ ക്ഷണിച്ചു. ഇവർ പോയി ഭക്ഷിച്ചു. ഭക്ഷിക്കുക മാത്രമാണോ, അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. അന്യാരാധന. ആരാധിക്കേണ്ടത് യേശുവിനെയാണ്. യേശു ക്രിസ്തുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. ആരാധനയ്ക്ക് യോഗ്യൻ യേശു ക്രിസ്തുവാ. സ്തോത്രം. അവിടുന്ന് മാത്രമാണ് സ്തുതികൾക്കും മഹത്വത്തിനും പുകഴ്ചയ്ക്കും ആരാധനയ്ക്ക് യോഗ്യൻ. അത് പോരാഞ്ഞിട്ട് ഇവര് അന്യദൈവങ്ങളെ ആരാധിച്ചു. ചെന്ന് കഴിക്കുക, പുസിക്കുക, അങ്ങനല്ലേ എഴുതിയേക്കുന്നേ. പുസിച്ചെന്നാ എന്ന് പറഞ്ഞ നല്ല കഴിപ്പ് അവിടെ ചെന്ന് കഴിച്ചു. ഉപ്പേരി, പിന്നെന്തുവാ, കളിയടയ്ക്ക, ശർക്കര വരട്ടി. ഒരു വിദ്വാൻ ചോദിക്കുന്നത് ശർക്കര വരട്ടി ഇല്ലയോ എന്ന്. ഭയങ്കര സുപ്രസിദ്ധ ശാന്തി വര പ്രാർത്ഥന. പുള്ളി ചോദിക്കുന്ന പിന്നെ ശർക്കര വരട്ടി എന്ത് ചെയ്യുന്നു? ആരാന്നായിരിക്കും പാസ്റ്റർ ചിന്തിക്കുന്നല്ലേ? യോഗം കഴിഞ്ഞ് പറയാം, അത് കേട്ടേച്ചേ പോകാവൂ. മനസ്സിലായോ? സ്തോത്രം. ഈ കാട്ടായമെല്ലാം കാണിച്ചേച്ച് ഓളിയം കൂട്ടിയത് കൊണ്ടോ ഇതെല്ലാം കൂടെ അടിച്ചു പെരുക്കാന്നൊന്നും യേശു അകത്ത് നിൽക്കത്തില്ല.
യേശുക്രിസ്തു സഭയ്ക്കകത്ത് വേണമെങ്കിൽ അവൻ സഭ വേർപാട് പാലിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത് മോവാബിനുമായിട്ട് ഇടകലർന്നു. ഇപ്പൊ പെന്തിക്കോസ് ഏതാ, സമുദായം ഏതാ, അവരേതാ, ഇവ ഒന്നും പിടികിട്ടുന്നില്ലല്ലോ. ഞായറാഴ്ച സ്റ്റേ ചെയ്യാൻ നിൽക്കുമ്പോൾ മനസ്സിലാക്കും നമ്മുടെ പാസ്റ്റാണ്. തിങ്കളാഴ്ച കണ്ടാൽ പിടികിട്ടുകയല്ല. തിങ്കളാഴ്ച പാസ്റ്റർ ഒരു കാച്ചട്ട ഇട്ടുകൊണ്ട് റോഡിൽ കൂടെ മനസ്സിലാകുന്നില്ല. ഞായറാഴ്ച വന്നപ്പോൾ 3.5 മീറ്ററിന്റെ മുഴുത്ത ജിബ്ബ. തിങ്കളാഴ്ച കണ്ടപ്പോ നമ്മുടെ പാസ്റ്റർ അന്ന് നിക്കറിട്ടോണ്ട് ഇതിലല്ല, പിന്നെ നമ്മുടെ പാസ്റ്റർ. പിന്നെ ഞാനിപ്പോ ആഴ്ചന്ന് നിക്കറയിലും ഉണ്ടല്ലോ. ഈ രീതിയാ പോകുന്നെങ്കിൽ അവസാനം നിക്കറും കാണാത്തൊരു കാലമാണ്. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. ഞാൻ പറയാറുണ്ട്, ഞായറാഴ്ച നീ പാസ്റ്ററായിരിക്കണം, തിങ്കളാഴ്ച നീ പാസ്റ്ററായിരിക്കണം. സ്തോത്രം. ഈ ചിലര് ധരിച്ചു വച്ചിരിക്കുന്നത് വേഷത്തിൽ വലിയ കാര്യമില്ലെന്നുള്ളതാ ശരി. എന്നിരുന്നാലും വേറെ പുസ്തകത്തിൽ പ്രയോഗമുണ്ട്, അപ്പോസ്തലന്മാരുടെ വേഷത്തിൽ കാര്യമുണ്ട്. അപ്പോസ്തലന്മാരുടെ വേഷം അങ്ങനെ എഴുതിയേക്കുന്ന പുസ്തകത്തിൽ അപ്പോസ്തലന്മാരുടെ അങ്ങനല്ലേ എഴുതിയേക്കുന്നേ? അല്ലല്ല, വേഷത്തിന് പ്രാധാന്യമുണ്ട്. അവിടെ ഞാൻ നാളെ ആ വിഷയം എടുക്കാം. ഇന്നിപ്പോൾ എടുത്താൽ ചിലപ്പോൾ നാളെ നിങ്ങൾ വരികയല്ല. അതുകൊണ്ട് ഇത് നാളെ നമുക്ക് ആ കാര്യം ചിന്തിക്കാം. ബിലിയാമിന്റെ ഉപദേശം, നിക്കലോവിയ ഉപദേശം, ഈ ഉപദേശങ്ങൾ സഭയ്ക്കകത്ത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്ത് വേർപാടില്ല. ഉപദേശിമാരാണെങ്കിലും ഇപ്പൊ സഭയ്ക്കകത്ത് വേർപാട് പറയുന്നില്ലല്ലോ. ഒരു ഉണർവുണ്ടായി, ഭയങ്കര ബഹളം ഉണ്ടാക്കി, സ്തുതി എന്തെന്നില്ലാത്തൊരു സാന്നിധ്യം. ചുമ്മാ ഇങ്ങനെ നിൽക്കുക കയ്യും പറപ്പിച്ച്, എന്തെന്നില്ലാത്ത ഒരു സാന്നിധ്യം. അപ്പൊ പിന്നെ ഇപ്പം ഇവിടെ വലിയ കുഴപ്പമില്ല. ചിലയിടത്ത് പാസ്റ്റർമാർ പ്രസംഗിക്കുമ്പോൾ ഇതിങ്ങനെ മൂളിച്ചോണ്ടിരിക്കുക. അതിനെന്നെ പറഞ്ഞ ശബ്ദം ഉണ്ടാക്കുന്നതിന് ബാക്ക്ഗ്രൗണ്ട്. ഇന്ന് രാത്രി ഒരു വിടുതൽ, ഉടനെ നിങ്ങൾ ചിലയിടത്ത് ശ്രദ്ധിച്ചേ. പ്രാർത്ഥിക്കുമ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ട് ഇട്ട് കൊടുക്കും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ഇത് നല്ലതാ, അത് നല്ലതാ, ഇതും നല്ലതാ. അത് ഉപയോഗിക്കേണ്ട സമയത്തെ ഉപയോഗിക്കാവൂ. സ്തോത്രം. ഇതെല്ലാം അത്യാവശ്യമാണ്. സകല വാദ്യ ഉപകരണങ്ങളും വേണമെന്ന് ശഠിക്കുന്നയാളും അത് വേറെ പുസ്തകപ്രകാരം സമർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നയാളുമാണ് ഞാൻ. എല്ലാ വാദ്യ ഉപകരണവും വേണം. അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യാവൂ. അപ്പൊ ഞാൻ പറഞ്ഞത് മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ സഭയ്ക്കകത്ത് യേശുവില്ല. യേശു ക്രിസ്തു സഭയ്ക്കകത്ത് വേണമെങ്കിൽ സഭ വേർപാടിന്റെ ഉപദേശത്ത് നിൽക്കണം. ആള് കൂട്ടുന്ന മാർഗമല്ലിത്. ആള് ഓളവും ബഹളവും ഹാളും വലുതാക്കുന്ന മാർഗമല്ലിത്. 2 എണ്ണം ഉള്ളെങ്കിൽ അങ്ങ് നിത്യതയിൽ ചെല്ലണം. യേശു ക്രിസ്തു സഭയ്ക്കകത്ത് നിൽക്കണമെങ്കിൽ അവൻ സഭ ബിലിയാമിന്റെ ഉപദേശത്തോട് വിട പറയണം. എല്ലാം കഴിക്കാനും എല്ലാം കുടിക്കാനും എല്ലായിടത്തും കൂടാനും എല്ലാം പാടാനും എല്ലാത്തിനും ആടാനും എല്ലാത്തിനും കൂടാൻ ദൈവമക്കൾക്ക് പ്രമാണമില്ല. സ്തോത്രം. ദൈവമക്കൾ പ്രമാണത്തിൽ നിന്നാൽ യേശു സഭയ്ക്കകത്ത് കാണും. ഇന്ന് രാത്രി ഈ സഭയോടും ദൂരത്തിൽ നിന്ന് കേൾക്കുന്ന സകല ദൈവമക്കളോട് പറയട്ടെ, വേർപാടിന്റെ ഉപദേശത്തിൽ സഭ നിലനിൽക്കണം. ആള് കൂടുന്ന നല്ല വിഷയം, ബഹളോ ഓളോ വല്ല വിഷയം. 10 പേരെ ഉള്ളെങ്കിലും അല്ലെങ്കിൽ 5 പേരെ ഉള്ളെങ്കിൽ അത് നിത്യതയിലെത്തുക എന്നുള്ളതാ. ബിലിയാമിന്റെ ഉപദേശത്തിൽ അവൻ കുടുങ്ങിപ്പോകരുത്. അതുകൊണ്ടാണ് സഭയ്ക്കകത്ത് കർത്താവില്ലാത്തത്. ഇന്ന് രാത്രി അവിടുന്ന് നമ്മുടെ നടുവിലുണ്ട്. ഇന്ന് രാത്രി അവിടുന്ന് നടകൊണ്ടുകൊണ്ടിരിക്കുക. ബാക്കി ഭാഗം നമുക്ക് ദൈവം അനുവദിച്ചാൽ നാളെ രാത്രി ചിന്തിക്കാം. എല്ലാവരും ഇന്ന് രാത്രി ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ.
കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വെളിപ്പെടട്ടെ. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കട്ടെ. യേശു ക്രിസ്തു ഏകദൈവം, യേശു ക്രിസ്തു സത്യദൈവം, യേശു ക്രിസ്തു നിത്യദൈവം, യേശു ക്രിസ്തു സാക്ഷാൽ ദൈവം, യേശു ക്രിസ്തു ജീവനുള്ള ദൈവം. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, യേശുവിന്റെ പരിശുദ്ധ നാമം. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക.